ഹലോ ഗായ്സ്, അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ക്രാഫ്റ്റ്സ് മനസ്സിലാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഒരു ക്രീപ്പറുണ്ട്. ആ ക്രീപ്പറെ പൊട്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നടക്കുന്നത്. സോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വെക്കേഷനൊക്കെ തുടങ്ങിയതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നു. പക്ഷേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടൊക്കെ തന്നെ ഓഡിയോ ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇരുന്നത്. ബട്ട് പകുതി എത്തിയപ്പോൾ ഞാൻ ഓഡിയോ പറയാതെ അങ്ങോട്ട് കളിച്ചു. അതെനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി. സോ വെരി സോറി ഗൈസ്, വെരി സോറി. ഞാൻ ഇന്നലെ ചെയ്തത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഈ കേവ് മുഴുവൻ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ടോർച്ചൊക്കെ ഉണ്ടല്ലേ, ഞാൻ മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കുറേ ആയിരുന്നു. ഇതിലൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണിച്ചുതരാം. അതിന് വേണ്ടി ഞാൻ ഒരു അയൺ പിക്കാക്സൊക്കെ ഉണ്ടാക്കുന്നത്. ഡയമണ്ട് ഡയമണ്ട് പിന്നെ കുറച്ച് ഒരു അയണല്ല 52 റോ അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിന്ന് ഫുൾ അയൺ ആർമർ ആവാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ജോലി. സോ ഫീവറായിട്ട് വെക്കാൻ പറ്റില്ലല്ലേ. 52 അയണും ഇപ്പോൾ ഇതിരിക്കട്ടെ. നമുക്ക് റോ പ്ലാന്റ്സ് എടുക്കുക. പ്ലാന്റ്സ് ഉണ്ടാക്കാം. ഓക്കെ, അതും വെച്ചെടുക്കാം. ഇതിലെ ലെഡല്ലേ ഇതിലാണ് ഉണ്ടായത് ഗൈസ്. സോ എനിക്ക് കുറച്ച് ബേക്ക്ഡ് പൊട്ടാറ്റോസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഒരയണായിട്ടേ ഉള്ളൂ. ഇതൊക്കെ അതിന് നമുക്ക് കൈ വെച്ചിട്ട് ഇനി മരം പൊട്ടിക്കാൻ പറ്റും. ഭയങ്കര രസമാണ്. സോ ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്കാണ് നമ്മൾ സൈഡിൽ കാണുന്നത്. സോ നമുക്ക് ഡ്രാഗനെ കൊല്ലണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യം നമുക്ക് ലെതർ കാണണമെങ്കിൽ നമുക്ക് ഒബ്സീഡിയൻ വേണം. ഒബ്സീഡിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ലാവ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഒബ്സീഡിയൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പേടിക്കാനില്ല. ബട്ട് ആ ഡയമണ്ടിൻ്റെ കാര്യത്തിലാണ് ഒരു ഇതും ആവാത്തത്. സോ നമുക്ക് ഡയമണ്ട് വേണം. സോ അത് നമുക്ക് ഉണ്ടാക്കണം. അതിന് മുമ്പ് അയൺ സ്പെൽറ്റായോ. പക്ഷെ എന്ത് ദൈവങ്ങളെ, ഞാൻ ഇപ്പം ലേതിൽ അയൺ വെച്ചതെന്ന് മറന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ മറന്നു പോകും ഗൈസ്. പിന്നെ എൻ്റെ ഓഡിയോ ഇപ്പോൾ ശരിക്കും റെക്കോർഡ് ആവുന്നില്ല. പക്ഷേ മാക്സിമം ഞാൻ സൗണ്ട് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അയൺ ആർമർ ആവും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബ്ലോക്ക്. മൈൻഡ് ചെയ്ത് നമ്മൾ അവിടെ തന്നെ വെക്കുകയാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു വലിയ കേവാണ്. കേവില്ലാതെ പറ്റില്ല. പിന്നെ എൻ്റെ ഇപ്പോൾ ഞാൻ എൻ്റെ മാഗ്മ ക്യൂബ് കൂടെ എടുത്തിട്ട് വരട്ടെ. മാഗ്മ ക്യൂബ് എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കിട്ടിയതാണ്. ഖത്തറുള്ള വയസ്സ് മാഗ്മ ക്യൂബ് ഞാൻ വെറുതെ വെള്ളത്തിൻ്റെ അടിയിൽ പോകുമ്പോൾ ഒരു സാധനം കണ്ടു. അത് ഞാൻ അറിയാതെ നിന്ന് പോയി. അപ്പോൾ ഡാമേജ് എടുക്കാൻ തുടങ്ങി. ഞാൻ അപ്പോൾ അതിൽ ക്രൗച്ച് ചെയ്തപ്പോൾ ഡാമേജ് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അടുത്തതാണ് ഞാൻ അതിലേക്ക് എടുത്തു. മറ്റേ ഇത് വെച്ചിട്ട് ഡോറ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ച്. വാണ്ടറിങ് ട്രൈഡർ എന്തെങ്കിലും തരില്ലോ, നല്ലതാണ്. ജന്മത്തിൽ ഇങ്ങനെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സ്വഭാവമുള്ളതാണ്. വെള്ളത്തിൻ്റെ ഇടയിൽ ഡയമണ്ട് ഇവിടെ അടിയുണ്ട് അവസ്ഥ. അപ്പോൾ വാട്ടർ നമ്മുടെ വില്ലേജിനെ വിട്ടിട്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ നമ്മുടെ വില്ലേജ് ഇരിക്കണത് ഈ വൈ ലെവലിലാണ്. നമുക്കതൊന്ന് ഈ വൈ ലെവലിലല്ല, മറ്റേ സാധനം മൈനസിലാണ്. സോ നമുക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോ ബെഡ് വെച്ചിട്ട് പോവാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പോയാൽ മതി. നമ്മളിപ്പോൾ വരും. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് വരാം. രാത്രി അല്ലേ, നോക്കട്ടെ കഴിച്ചിട്ട് പുറകാൻ പറ്റുമോ. ഞാനും വിചാരിച്ചത് പുറക്കാൻ പറ്റും. ഓക്കെ
അവിടെ ഇത് സ്മെൽട്ട് ആയിക്കോളും. നമുക്ക് അത് ആ സമയം കൊണ്ട് നമുക്ക് ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുമ്പ് ഒരു മരം വിട്ടട്ടെ, ആരുണ്ടെങ്കിലേ കായം നടക്കുള്ളൂ. എന്താന്നല്ലേ എന്താന്ന് അല്ലേ, നാളെ നമുക്ക് ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ മരം വേണം. സ്വർണ്ണമാണ് നമുക്ക് മരം വെക്കുന്നത്. ഇത്ര വേഗം കൊണ്ട് മരം വെട്ടി കിട്ടുക. ഇതിൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഇനി നമുക്ക് ഒരു ബോട്ട് ഉണ്ടാക്കാം. നമുക്ക് ബോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ക്രാഫ്റ്റ് ആക്കിയിട്ട് ഇതെടുത്തിട്ട് പോകാം. നമ്മൾ ഫുള്ളായിട്ട് നമ്മളുടെ ആണ് കേട്ടോ. അതിന് ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര നേരം പോകാം. സോ ഇത് ആദ്യത്തെ അതിൻ്റെ പ്ലേറ്റ്സ് തോന്നി. അയ്യോ ഇപ്പോൾ നമ്മൾ സ്പോണായില്ല. സോ ഇതിലോട്ട് ബോർഡ് ചെയ്യാം. ഇവിടെ ഈ അരിഞ്ഞ നമ്മൾ സ്പോണായി നമ്മുടെ വില്ലേജാണ്. നമുക്കിനി അങ്ങോട്ട് പോകണം. അവിടെ നമ്മൾ അത്ര പോയിട്ടില്ല. അവിടെയാണ് ശരിക്കും ആ ഐലൻഡാണ് സ്പോണായത്. അവിടെ നിന്ന് നമ്മൾ ഈ ഐലൻഡിലേക്ക് വന്നിട്ട് അതിൻ്റെ മലയുടെ മേലുള്ള സ്പോണാണ്. ആ ഐലൻഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയായിരുന്നു നമ്മുടെ വില്ലേജ് ഉണ്ടായത്. അങ്ങനെയാണ് കളി. പക്ഷെ അവിടെ നമുക്ക് റെൻഡറാവില്ല. അതാണ് അതെന്താണ് പക്ഷെ അതും അതുപോലെ ഒരു ഫ്ലൈറ്റ് പോലത്തെ ഒരു ഐലൻഡ്. ഇതാണ് സ്പോണായാലേക്ക്. നമുക്കിവിടെ കുറേ നേരം പോകേണ്ടി വരും. അവിടെ നമ്മൾ വലിയ കിട്ടാം. നിങ്ങളൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ അത്ര കുറേ ഒന്നുമില്ല. നമുക്ക് ഇവിടെ കുറച്ച് ഇതുള്ളൂ, കുറച്ച് സ്പേസ് ഉള്ളു. ഇവിടെ മമ്മിക്ക് കൊടുക്കാം. എന്നാലും പിക്കാക്സ് പൊട്ടാത്ത കുറേ നേരമായില്ലേ. സാരില്ല, അത്ര നേരം എത്ര ബൈറ്റ് ചെയ്തിട്ട് എത്ര ആരംഭിക്കാൻ എത്ര ഉണ്ടായിരുന്നു. 14 പബ്ജി ഉണ്ടായിരുന്നു. ബോട്ട് എടുത്തിട്ട് പോട്ടെ. എൻ്റെ ബോട്ട് ഇനിയിപ്പോൾ എവിടെയാണോ എന്തോ. ഇങ്ങോട്ട് നീ എക്സ്പ്ലോർ ചെയ്യാനില്ലെന്നാണ് എൻ്റെ മനസ്സ് വേണത്. അങ്ങനെയാണൊന്നുമില്ല. വെറുതെ കുറച്ച് മരമുണ്ട്, കുറച്ച് പ്ലെയിൻസ് മാത്രമേ ഉള്ളൂ. പ്ലെയിൻസും ഫോറസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറൊരു ബയോമ് പോലും ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. എന്താ കഷ്ടത്. അവിടെ ഈ ഐലൻഡിൻ്റെ ബാക്കിയാണ്. എൻ്റെ ദൈവങ്ങളെ ഞങ്ങളിനി ബോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ട് പോകണല്ലോ.
ഷുഗർ കെയിൻ ഉണ്ട്, സ്വാമിയാണ്. ഈ ഷുഗർ കെയിൻ കുറേ എടുക്കാം. സോ ഗൈസ്, ഈ വീഡിയോ ഇത്രയും ലോങ് ആയിരിക്കും. നമുക്ക് വല്ല ഒരു കേവ് പോലെ കിട്ടുമോ, അതാണെങ്കിൽ നമുക്ക് ചെയ്യുന്നത്. ഏതാ സ്ഥലം? ഇതേതപ്പോൾ വഴി ഇതാ വഴിയില്ലേ, ഇങ്ങോട്ട് പോയ വലിയൊരു ഫോറസ്റ്റാണ്. ഒന്നും ഇങ്ങോട്ട് പോകണ്ട, അവിടെ ഫോറസ്റ്റ് മാത്രം. നമ്മുടെ മൈനസ് 200 എത്രയിലുണ്ടായിരുന്നു? 208 ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടല്ലേ പോവാം, ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഫോറസ്റ്റും പിന്നെ പ്ലെയിൻസ് മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ മാങ്ങാക്കിയിട്ടുണ്ടോ? അങ്ങോട്ട് പോവാം. തോക്കുണ്ടായില്ലേ? നമ്മൾ മഴയിൽ പോയിട്ട് എടുക്കാൻ ഇവിടെ പറയാം. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അതൊരു കാര്യമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ സ്ഥലത്തോട്ട് തന്നെ പോവാം ഗൈസ്. നമ്മുടെ സ്ഥലം ഇനിയിപ്പോൾ എവിടെയാണോ എന്ന്. എനിക്കിനി മൈനിങ്ങിനൊക്കെ പോകണം, പക്ഷെ അതിന് കേവില്ല. കേവൊക്കെ കിട്ടുമോ എന്തോ. ഒരു മിനിറ്റ് ഗൈസ്, വഴി മാറിപ്പോയോ എന്നൊരു സംശയം. അങ്ങോട്ടാ ഞാനും വിചാരിച്ചു, എന്താ പൊതുവെ ഇങ്ങോട്ടാ പോണം. അതാ കിട്ടി, നമ്മുടെ വില്ലേജ് കിട്ടി. ഇതാണ് നമ്മളുടെ വില്ലേജ്. ഓക്കെ, വില്ലേജ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് വെച്ചു. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ജോലി. നമുക്ക് അതിലോട്ട് ആദ്യം കിടക്കണം. അതിനു വേണ്ടി നമ്മൾ ആദ്യം അയൺ ടൂൾസൊക്കെ ഉണ്ടാക്കണം. നമുക്ക് അതുണ്ടാക്കാം ആദ്യം തന്നെ. നമുക്ക് ആക്ഷൻ ആദ്യം ഒരു അയണിൻ്റെ സ്റ്റിക്കില്ലാത്തതുകൊണ്ടാണ് എന്തിനങ്ങനെ ബേജാറാവുന്നതാ. ഇവിടെ കുറേ ഒരു ആക്സ് ഇരുന്നോട്ടെ. ഓക്കെ,
പിന്നെ ഒന്ന് ഉറങ്ങാം. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഒറ്റ അടി അടിച്ചാൽ മതിയോ? വാവ്, നമുക്കിപ്പോൾ യോക്ക് വരെ മട്ടോ. ഇവിടെ ആർമർ സ്മിത്ത് ഒന്നുമില്ല. ആ നമുക്ക് ഡയമണ്ട് ആർമർ കിട്ടിയതെങ്കിൽ അത് വേണം കേട്ടോ. ആർമർ സ്മിത്ത് വേണം. അല്ലാതെ ഇനിയിപ്പോൾ ഡയമണ്ട് കിട്ടിയിട്ടൊന്നും നമ്മളാ ഇതാവില്ല. സോ അണ്ണ എന്താ ട്രേഡ് ചെയ്യാം? ഫിഷർമാൻ. ഫിഷർമാൻ എന്താ റെസ്റ്റോറേഷൻ കൊടുക്കും? ഇതൊരു ഫിഷർമാനില് കണ്ടിട്ടില്ല കേട്ടോ. എന്താ ഇപ്പം ഇത്? സോ നമ്മൾ അടുത്ത എപ്പിസോഡിലൊരു ബ്രീഡർ അല്ല ട്രേഡിങ് ഹോൾസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടെ അയൺ കിട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ അയൺ ബാക്കിയുണ്ടോയെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാ രീതിയിലൊക്കെ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.